അതിന് ഉമ്മരെ ഒന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ? 4 ദിവസമായി മുതലാളി ഈ കാലമാടന്മാരായിട്ട് ഒന്നും തള്ളും തുടങ്ങിയിട്ട്. താനേതാ? എന്നെ മനസ്സിലായില്ലേ? വയലിൻ ഗോപാലകൃഷ്ണന്റെ മകൻ വേണു, കമ്പനിയിലെ പാക്കിംഗ് സെക്ഷനിലെ വേണുഗോപാൽജി. മുതലാളിയല്ലേ എനിക്ക് ജോലി എന്ന്. മുതലാളി വരുമ്പോഴൊക്കെ ഞാൻ തൊഴും. മുതലാളി എന്നെ തിരിച്ചും തൊഴാറുണ്ട്. മറന്നുപോയാ? തനിക്ക് എന്താ വേണ്ടത്? മുതലാളി 4 ദിവസമായിട്ട് ഞാൻ സസ്പെൻഷനിലാണ്. ഫാക്ടറിക്കാരനൊക്കെ ഫാക്ടറിയില്, അതൊക്കെ ഫോർമാനും ജിഎമ്മായിട്ട് സംസാരിച്ച് തീർക്കും. ഫോർമാനുമായിട്ട് സംസാരിച്ച് തീർത്തപ്പോഴാണ് ഞാൻ സസ്പെൻഷനിലായത്. അതെ, ഈ വയലിൻ എന്തിനാ തോളിട്ടോ നടക്കുന്നേ? വായിക്കൂ. ഇല്ല, ചുമ്മാ ഒരു ജാടക്ക് ഇങ്ങനെ തൂക്കിയിട്ടോ നടക്കണം. എന്റെ മോളെ വയലിൻ വായിച്ചാണ് ഞാൻ ഈ ഗതിയായത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി തന്നെ അവിടെ മുക്കിനും മൂലയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് മുതലാളി പ്രസംഗിക്കുകയും ചെയ്തു. നല്ല ബെസ്റ്റ് പ്രസംഗമായിരുന്നു. അങ്ങനെ എന്റെ വിശ്രമവേളകൾ വയലിൻ വായിച്ച് ആനന്ദകരമാക്കിയപ്പോ ഞാൻ സസ്പെൻഷനിലുമായി. എന്റെ വയലിന്റെ കമ്പികളൊക്കെ പൊട്ടിച്ചളഞ്ഞു മുതലാളി. ഈ വയലിൻ എന്ന് പറയുന്നത് ഞാനാണ്. എന്റെ അച്ഛൻ വയലിൻ ഗോപാലകൃഷ്ണനാണ്. എന്റെ മുത്തച്ഛൻ കേദാരം കുട്ടപ്പൻ നായരാണ്. അങ്ങനെ പോയാൽ സാക്ഷാൽ മുത്തുസ്വാമി ദീക്ഷിതർ വരെ ഈ വയലിലാണ്. അങ്ങനെയുള്ള ഈ വയലിലാണ് ആ ക്ലാപ്പൻ ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്ത്. എന്ത് ഫോർമാൻ? ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്തു പറയായിരുന്നു. എന്തിന്? അവനെ കൃമിയുടെ അസുഖം കൊടുത്തടി, നല്ല സ്റ്റൈലടി. അതിനെ എന്നെ സസ്പെൻഡ് ചെയ്ത്. എല്ലാ സത്യങ്ങളും സത്യമായിട്ട് തന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. മുതലാളി ഇത് വായിച്ചിട്ട് ഇപ്പൊ തന്നെ അവന്റെ പേര് നടപടി എടുക്കണം. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, താൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരണം. വാ. സാർ